സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ സാത്താനെ ഓടിക്കുന്ന ഈശോയെ കാണുന്നത്. നമുക്കും ഇത് ചെയ്യാൻ പറ്റും. നിശബ്ദനാകുക, പുറത്തു പോകൂ എന്ന് പറഞ്ഞാൽ മതി. കാരണം ഉള്ളിലുള്ളവൻ എന്താണ്? അവനേക്കാൾ ശക്തനാണ്. അത് നമ്മൾ സത്യമായിട്ട് തിരിച്ചറിയണം. സാത്താനെ പുറത്തു പോവുക എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ കർത്താവിനോട് എന്താ പറഞ്ഞതെന്നറിയാമോ? നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്നാണ്. കാരണം ഈ പുറത്തു പോകൂ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ അവനെ പീഡിപ്പിക്കാനില്ല. അത്രയ്ക്ക് മാത്രം അപമാനിക്കപ്പെടുകയാണ് അവൻ. പുറത്ത് അല്ലേ? നമ്മളൊരാളെ അപമാനിക്കുക, ഒരാളെ തല്ലുന്നതിലൊക്കെ ഭയങ്കരമായ ഒരു സംഭവമെന്ന് പറഞ്ഞാൽ അപമാനിക്കുക. അപ്പോൾ എന്നിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞാൽ അവൻ പൊക്കോളും. അത്രയ്ക്കും പേടിത്തൊണ്ടനാണ്. അതുകൊണ്ട് ആ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മിൽ നിന്ന് പിശാചിനെ ഒഴിവാക്കണം. കുഞ്ഞു 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 പ്രശ്നങ്ങൾ വരുമ്പോഴേ അത് മനസ്സിലാക്കണം പിശാചിൻ്റെ പ്രവർത്തനമാണെന്ന്. അത് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കണം. അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുമ്പസാരിക്കണം കേട്ടോ. അങ്ങനെ കുമ്പസാരിക്കുമ്പോൾ നമ്മിൽ ദൈവരാജ്യം വളരും. ദൈവരാജ്യം വളരും. അങ്ങനെ ദൈവരാജ്യത്തിൽ മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.